PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള ജീവശാസ്ത്രം അഥവാ ബയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതിലെ സബ് ടോപ്പിക് ആയിട്ടുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതേ പുസ്തകത്തിലെ മറ്റു പല സബ്ജക്റ്റുകളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കേരളം, ഭരണവും സംവിധാനവും പോലുള്ള സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസ്താവന ചോദ്യങ്ങളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ബയോളജിയിലെ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന സബ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥ, അതിൽ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേരാണ് പാപ്പില്ലകൾ എന്ന് പറയുന്നത്. പാപ്പില്ലകൾ, നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേരാണ് പാപ്പില്ലകൾ. മാംസ്യങ്ങളിൽ എത്ര തരം അമിനോ ആസിഡുകൾ ഉണ്ട്? അത് 20 തരം. ഈ മാംസ്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീൻ, അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് അല്ലേ? പല ടൈപ്പ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് വരാനുള്ള കാരണം പ്രോട്ടീൻ ഉണ്ടാകുന്നത് അമിനോ ആസിഡുകൾ ചേർന്നാണ്. ആ അമിനോ ആസിഡുകൾ തന്നെ 20 തരത്തിലുണ്ട്. അതുകൊണ്ടാണ് പല ടൈപ്പ് അമിനോ ആസിഡുകൾ ചേരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആമാശയത്തിലെ രാസാഗ്നി ഏതാണ്? അത് പെപ്സിനാണ് അല്ലെ? രാസാഗ്നി എന്ന് പറഞ്ഞാൽ എൻസൈം എന്ന് പറയും. എൻസൈം, ആമാശയത്തിലെ എൻസൈം അല്ലെങ്കിൽ രാസാഗ്നി എന്ന് പറയുന്നത് പെപ്സിനാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആമാശയത്തിൽ, സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത പോയിന്റ് നോക്കാം. ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷക ഘടകമാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകമാണ് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. ഉപാപചയ പ്രവർത്തനം സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചതിന് ശേഷം അതിലെ പോഷകഘടകങ്ങളൊക്കെ കോശങ്ങളിലെത്തിയിട്ട് അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കോശങ്ങൾക്കുള്ളിൽ നടക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് ഉപാപചയ പ്രവർത്തനങ്ങളെന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ആ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകമാണ്. ശരീരത്തിലെ രാസപ്രവർത്തനത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന വസ്തുക്കളാണ് എൻസൈമുകൾ എന്ന് പറയുന്നത് അല്ലേ? ശരീരത്തിനുള്ളിൽ വിവിധതരം രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശരീരത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന വസ്തുക്കളെയാണ് എൻസൈമുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എൻസൈം അഥവാ രാസാഗ്നി എന്ന് വിളിക്കുന്നത്. ഇനി സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല്, അത് കോമ്പല്ലാണ് അല്ലെ? സസ്യഭോജികളിൽ ഇല്ല. കോമ്പല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ കരിമ്പൊക്കെ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ല് അല്ലേ? പോളിഡിപ്സിയ എന്താണ്? അത് അമിതദാഹം അല്ലേ? ഇപ്പം നമുക്കുണ്ടല്ലേ ഈ ചൂട് വേനൽ സമയത്ത് നമുക്ക് പോളിഡിപ്സിയ ഉണ്ട് അല്ലെ? അമിതദാഹമുണ്ട്, പോളിഡിപ്സിയ. അടുത്തത് പോഷണത്തെക്കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ ട്രോഫോളജി എന്ന് പറഞ്ഞാൽ അത് പോഷണത്തെക്കുറിച്ചുള്ള പഠനം. ദഹന പ്രക്രിയ പൂർണ്ണമാകാൻ എത്ര സമയം വേണം? അത് 4 മുതൽ 5 മണിക്കൂർ വരെ സമയം വേണം. ദഹന പ്രക്രിയ പൂർണ്ണമാകാൻ എത്ര സമയം വേണം? 4 മുതൽ 5 മണിക്കൂർ വരെ. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ ഏതൊക്കെ? അത് ബിലിറുബിനും ബിലിവെർഡിനുമാണ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകളാണ് ബിലിറുബിൻ, ബിലിവെർഡിൻ. പിത്തരസം എവിടെ സംഭരിക്കുന്നു? പിത്താശയത്തിൽ അല്ലെ? അഥവാ ഗൾ ബ്ലാഡർ. പിത്തരസം എവിടെ സംഭരിക്കുന്നു? പിത്താശയത്തിൽ അഥവാ ഗൾ ബ്ലാഡറിൽ. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ എന്ന് പറയുന്നത്. അടുത്തത് അമിലേസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത്? അമിലേസ് പ്രവർത്തിക്കുന്നത് അന്നജത്തിലാണ്. അമിലേസ് എന്ന എൻസൈം പ്രവർത്തിക്കുന്നത് അന്നജത്തിലാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച് അല്ലേ? ദഹനം ആരംഭിക്കുന്നത് വായിൽ, നമ്മുടെ വായിൽ അല്ലേ? നമ്മൾ പുളി കേൾക്കുമ്പോഴേ നമ്മുടെ വായിൽ വെള്ളം ഊറും അല്ലേ? അപ്പോൾ വായിൽ ഒരു വസ്തു എടുത്ത് വെച്ച് ചവച്ച് തുടങ്ങുമ്പോൾ തന്നെ ദഹനം അവിടെ ആരംഭിച്ചു കഴിയുന്നു അല്ലേ? അത് അവസാനിക്കുന്നത് ചെറുകുടലിലുമാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലാണ്. ഉളിപ്പല്ലാണ് അല്ലെ? ഉളിപ്പല്ല്. ആപ്പിള് നമ്മൾ
ഫ്രണ്ടിലെ പല്ലുകൊണ്ടല്ലേ കടിച്ച് പറിക്കുന്നത്. ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിൻ്റെ പ്രത്യേകതരം സങ്കോച വികാസത്തിൻ്റെ പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് അല്ലേ. ഒരു തരംഗ രൂപത്തിലുള്ള ആഹാരത്തിൻ്റെ ചലനമാണ്. നമ്മൾ വായിലേക്ക് ആഹാരം വെച്ചു അല്ലെ, അത് നമ്മൾ വിഴുങ്ങുന്ന സമയത്ത് ഒരു തരംഗ രൂപത്തിൽ താഴേക്ക് ചലിച്ചു പോകുന്നതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി കണ്ടെത്തിയ എൻസൈമാണ് സൈമേസ് എന്ന് പറയുന്നത്. ആദ്യമായി കണ്ടെത്തിയ എൻസൈം സൈമേസ്. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് തയാലിൻ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് തയാലിൻ അല്ലെ. ഇത് നമ്മൾ ഈ ഒരു പിക്ചർ നമ്മൾ ചുമയുടെ മരുന്ന് മേടിക്കുമ്പോഴൊക്കെ അല്ലെ കാണാറുണ്ട് അല്ലേ. അടുത്തത്, നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിദാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിദാനം അഥവാ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളൊക്കെ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പറയത്തില്ല അങ്ങനെ കഴിക്കരുത്, അത് ചിലപ്പോൾ ശ്വാസനാളത്തിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പറയല്ലേ. അപ്പോൾ കിടന്നുകൊണ്ട് കഴിക്കുമ്പോൾ ഈ ക്ലോമപിദാനം ചിലപ്പോൾ ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. സാധാരണ ഇതിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അടഞ്ഞാണ് പോകുന്നത്. നേരെ നിൽക്കുമ്പോൾ കിടന്നുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു പക്ഷേ അത് ഓപ്പൺ ആവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കിടന്ന് കഴിക്കരുതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നട്ട്സ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് പെട്ടെന്ന് അതിലേക്ക് പോകും. അപ്പോൾ നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് അല്ലേ. വിയർപ്പ് രസത്തിന് ഉപ്പ് രസമല്ലേ, വിയർപ്പിന് ഉപ്പിൻ്റെ രസമല്ലേ. നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ് അല്ലേ. പല്ലുകൾക്ക് നിറം നഷ്ടപ്പെടുന്നതിന് കാരണമായ ആൻറ്റിബയോട്ടിക്കാണ് ടെട്രാസൈക്ലിൻ. പല്ലുകൾക്ക് നിറം നഷ്ടപ്പെടുന്നതിന് കാരണമായ ആൻറ്റിബയോട്ടിക്കാണ് ടെട്രാസൈക്ലിൻ. ഇനി ആരുടെയെങ്കിലും പല്ല് മഞ്ഞപ്പല്ലാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതില്ല ടെട്രാസൈക്ലിൻ ഉപയോഗിച്ചുകൊണ്ട് പോയതാണെന്ന്. അങ്ങനെ അത് ടെട്രാസൈക്ലിൻ്റെ തല വെച്ച് കൊടുക്കുക അല്ലേ. മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പദത്തിൻ്റെ നീളം എത്ര അടിയാണ്? അത് 30 അടിയാണ്. 30 അടി. മനുഷ്യൻ്റെ ദഹനേന്ദ്രിയത്തിൻ്റെ നീളം 30 അടിയാണ്. മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന, മാംസ്യം മീൻസ് പ്രോട്ടീനാണ്, പ്രോട്ടീൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ. ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? അന്നജത്തിൽ. ഉമിനീര് ഏത് ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? അന്നജത്തിൽ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. ചെറുകുടലിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഇലിയം. ചെറുകുടലിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഇലിയം. പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റുന്നതിന് സഹായകമായ ആഗ്നേയരസമാണ് ട്രിപ്സിൻ. പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റുന്നതിന് സഹായകമായ ആഗ്നേയരസമാണ് ട്രിപ്സിൻ. മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങൾ 32 എണ്ണമാണ്. 32 എണ്ണം. മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങൾ 32 എണ്ണമാണ്. 32 എണ്ണം. മനുഷ്യൻ്റെ വൻകുടലിൻ്റെ നീളം 1.4 മീറ്റർ ആണ്. മനുഷ്യൻ്റെ വൻകുടലിൻ്റെ നീളം 1.4 മീറ്റർ. മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം ബെക്ക എന്നാണ്. മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം ബെക്ക. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം 6 മുതൽ 7 മീറ്റർ വരെയാണ്. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം 6 മുതൽ 7 മീറ്റർ വരെയാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന കോമ്പല്ലുകൾ 4 എണ്ണം ഉണ്ട് അല്ലേ. മനുഷ്യന് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന കോമ്പല്ലുകൾ 4 എണ്ണമാണ്. 4 എണ്ണം. അടുത്തൊരു പോയിന്റ്, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല അത് ഡെൻഡൈൻ എന്നാണ് അറിയപ്പെടുന്നത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ എന്നറിയപ്പെടുന്നു. ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി കണ്ടുപിടിച്ചത്? നെതർലാൻഡ്സ്. ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി കണ്ടുപിടിച്ചത്? നെതർലാൻഡ്സ്. ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം? ചെറുകുടൽ. ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം? ചെറുകുടൽ. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന എത്ര ഉളിപ്പല്ലുകളാണ് മുതിർന്നവരിൽ ഉള്ളത്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന എത്ര ഉളിപ്പല്ലുകളാണ് മുതിർന്നവരിൽ ഉള്ളത്? 8 എണ്ണം. ചവച്ചരയ്ക്കാൻ സഹായകമായ ചർവണകം എത്ര എണ്ണമാണ്? 12 എണ്ണം. ചവച്ചരയ്ക്കാൻ സഹായകമായ ചർവണകം എത്ര എണ്ണമാണ്? 12 എണ്ണം. 12 എണ്ണം. അടുത്ത പോയിന്റ്, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളായ അഗ്രചർവണകം എത്ര എണ്ണമാണ്? അത് 8 എണ്ണമാണ്. ചവച്ചരയ്ക്കാൻ സഹായകമായ അല്ലെങ്കിൽ സഹായിക്കുന്ന പല്ലുകളായ അഗ്രചർവണകം എത്ര എണ്ണമാണ്? 8 എണ്ണം. പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മോണയെ. പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിൻ്റെ മോണയെ ബാധിക്കുന്നു അല്ലേ.
പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗം പൾപ്പ് ക്യാവിറ്റിയിലാണ്. പൾപ്പ് ക്യാവിറ്റിയിലാണ് പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ അത് ശരിക്കും നമ്മുടെ ആമാശയത്തിൽ സ്റ്റൊമക്കിൽ ഭക്ഷണം ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ ഈ ഗ്രലിൻ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഗ്രലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വഴിക്ക് നമുക്ക് ആമാശയം അത് എംറ്റിയാണ്, ആമാശയത്തിൽ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും തുടർന്ന് വിശപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും വിശപ്പുണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഈ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ വരുന്നത് കൊണ്ടാണ്. ഈ ഗ്രലിൻ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആമാശയത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് ഭക്ഷണങ്ങൾ. അതാണ് പറയുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഗ്രലിനെ കുറിച്ച് ഓർക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ് പല്ലിൻ്റെ ഇനാമല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ് പല്ലിൻ്റെ ഇനാമല്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയരസം ഏതാണ്? അത് പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയരസമാണ് പാൻക്രിയാറ്റിക് അമിലേസ്. മാംസ്യം അഥവാ പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോള്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോള്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയരസമാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയരസമാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന പോഷകാകിരണത്തിനുള്ള വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന പോഷകാകിരണത്തിനുള്ള വിരലുകൾ പോലെ കാണുന്ന ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇത് ശരിക്കും 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ, ബയോളജിയിലെ ജീവശാസ്ത്രത്തിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള പോയിന്റുകളാണിത്. 8ാം ക്ലാസ്സിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? അത് ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടലിൽ വെച്ച് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ചെറുകുടൽ. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകളെയാണ് സിമന്റം എന്ന് പറയുന്നത്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകളെയാണ് സിമന്റം. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകമാണ് സെല്ലുലോസ്. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകമാണ് സെല്ലുലോസ്. മനുഷ്യ ശരീരത്തിലെ 81ാമത്തെ അവയവമാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ 81ാമത്തെ അവയവമാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി. മാംസ്യത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? ആമാശയത്തിൽ. മാംസ്യം അഥവാ പ്രോട്ടീനിൻ്റെ ദഹനം ആരംഭിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ്. അടിസ്ഥാന രുചികളാണ് കയ്പ്, പുളി, ഉപ്പ്, മധുരം. അടിസ്ഥാന രുചികളാണ് കയ്പ്, പുളി, ഉപ്പ്, മധുരം. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പരോട്ടിഡ് കോശങ്ങളാണ്. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പരോട്ടിഡ് കോശങ്ങളാണ്. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിൻ്റെ പേരാണ് കൈം എന്ന് പറയുന്നത്. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിൻ്റെ പേരാണ് കൈം. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? അത് വായിൽ വെച്ച്. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഉമിനീര് ദഹിപ്പിക്കുന്ന പോഷക ഘടകം എന്ന് പറയുന്നത് അന്നജമാണ്. ഉമിനീര് ദഹിപ്പിക്കുന്ന പോഷക ഘടകം അന്നജമാണ്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിൻ്റെ അളവ് 1.5 ലിറ്റർ ആണ്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിൻ്റെ അളവ് 1.5 ലിറ്റർ. വായും ആമാശയവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അന്നനാളമാണ്. വായും ആമാശയവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അന്നനാളമാണ്. ബാക്കി അടുത്തൊരു പേജിലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ടെലഗ്രാമിലേക്ക് വരിക. അവിടെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും പരീക്ഷ നടക്കുന്നുണ്ട്. ദഹനവ്യൂഹത്തിലെ ഏറ്റവും വീതിയേറിയ ഭാഗം എന്ന് പറയുന്നത് ആമാശയമാണ്. ദഹനവ്യൂഹത്തിലെ ഏറ്റവും വീതിയേറിയ ഭാഗം ആമാശയമാണ്. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത് പരോട്ടിഡ് ഗ്ലാൻഡ് ആണ്, അല്ലേ? മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് പരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. ബ്രെനേഴ്സ് ഗ്രന്ഥി ഗ്രന്ഥി എവിടെ കാണപ്പെടുന്നു? അത്
ഡിയോഡിനത്തിലാണ്. ഡിയോഡിനം. ബ്രനേഴ്സ് ഗ്രന്ഥി കാണപ്പെടുന്നത് ഡിയോഡിനത്തിലാണ്. ഇതൊരു പക്ഷേ അങ്ങനെ റാങ്ക് ഫെയിലൊന്നും ഇല്ലാത്തൊരു പോയിന്റ് ആണെന്ന് തോന്നുന്നു. ബ്രനേഴ്സ് ഗ്രന്ഥി എവിടെ കാണപ്പെടുന്നു? ഡിയോഡിനത്തിൽ. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. ആമാശയത്തിൽ സ്റ്റൊമക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥിയാണ് സബ്ലിംഗ്വൽ ഗ്രന്ഥി അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഇവിടെ പഠിച്ചു. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി പരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. അതേപോലെ ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥിയാണ് സബ്ലിംഗ്വൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. വിശപ്പില്ലാത്ത അവസ്ഥയാണ് അനോറെക്സിയ അല്ലെ. അനോറെക്സിയ വിശപ്പില്ലാത്ത അവസ്ഥ അനോറെക്സിയ. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? വില്ലൈ എന്നുള്ള ആ ഒരു പ്രത്യേകതയാണ് ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? വില്ലൈ എന്നുള്ള ആ ഒരു പ്രത്യേകത അല്ലെ. അതേപോലെ താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥി ഏതാണ്? താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് മാക്സിലറി ഗ്രന്ഥി. താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് മാക്സിലറി ഗ്രന്ഥി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രക്തപര്യന വ്യവസ്ഥ എന്നുള്ള ഒരു ടോപ്പിക്കാണ്, സബ് ടോപ്പിക്കാണ്. അപ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥ നമ്മൾ കഴിഞ്ഞു. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.